ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ. പല നാട്ടിലും ഇതിന് പല പേരാണ്. ഏലാഞ്ചി, ലവ് ലെറ്റർ, മയ്യത്തപ്പം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഷുഗർ ഒന്നും ചേർക്കാതെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാകാൻ വെക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി കേട്ടോ. പക്ഷെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് ചെറുകിയെടുത്ത നാളികേരം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം ഡേറ്റ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 or 6 ഡേറ്റ്സ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ബദാമും വാൾനട്ടും ആണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. നട്ട്സും ഡേറ്റ്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ പൊടിച്ചൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ കഴിച്ചു പോയിക്കോളും കേട്ടോ. നട്ട്സിൻ്റെ കൂടെ 2 ഏലക്കയും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ ക്രഷ് ചെയ്യാനായിട്ട്. ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. അപ്പം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ദോശത്തവ വെച്ച് ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. ഇനി ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് 1-2 സ്പൂൺ എടുത്ത് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ബാക്കി വരുന്നതും കൂടെ ഞാനിവിടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാനെടുത്ത നാളികേരത്തിൻ്റെയും മൈദയുടെയും ഒക്കെ അളവ് വെച്ചിട്ട് 4 ഏലാഞ്ചിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. എത്ര പെട്ടെന്നാണല്ലേ നമ്മളിത് ഉണ്ടാക്കി തരുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് കഴിക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.